Jeevan TV Qatar in association with Doha Beauty Center presents Vradapunyam 2016, supported by Able International Group, Qatar Star Group and Logic Group. അസ്സലാമു അലൈക്കും. നമ്മൾ റമദാന്റെ അവസാന പത്തിലേക്ക് കടന്നിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അല്ലാഹു മനുഷ്യർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്ന മാസം. ഒരു നന്മയ്ക്ക് 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം. ചുറ്റുപാടും സംശുദ്ധമാകുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുവാനും തിന്മ ചെയ്യുവാനും മനുഷ്യർക്ക് സാധിക്കുകയില്ല. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശക്തികളിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കുന്നു. അങ്ങനെ നന്മയുടെ പൂക്കാലവും കാരുണ്യത്തിൻ്റെ വസന്തവുമായ ഈ റമദാനിൽ വ്രതപുണ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വ്രതപുണ്യത്തിൽ ആദ്യമായി സന്ദേശപുണ്യം. ഇന്നത്തെ സന്ദേശപുണ്യത്തിൽ നമുക്കായി റമദാൻ സന്ദേശം നൽകുന്നത് ശ്രീമതി ലീലാവതി ടീച്ചർ. എല്ലാ മതങ്ങളിലും വ്രതങ്ങൾക്ക് ചില സന്ദർഭങ്ങൾ, വ്രതപുണ്യകാലം എന്നാണ് പറയുക. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. റംസാൻ ഇസ്ലാമിന് പുണ്യകാലമാണ്. ഹിന്ദുക്കൾക്ക് വൈശാഖ മാസം, ഈ റംസാൻ മാസം പോലെ ഒരു മാസം ഹിന്ദുക്കൾക്കും ഉണ്ട്, വൈശാഖ മാസമാണ്. വൈശാഖ വ്രതത്തിൻ്റെ പ്രധാന ചടങ്ങ് ദാനമാണ്. എന്തും ദാനം ചെയ്യാമെന്നാണ്. ആവശ്യക്കാർക്ക് എന്താണോ ആവശ്യമുള്ളത്, കൊടുക്കാൻ കഴിയുന്നവർക്ക് എന്താണോ കൊടുക്കാൻ കഴിവുള്ളത്, അതൊക്കെ എന്തും ദാനം ചെയ്യാം, ഉചിതമായി ദാനം ചെയ്യാം. ദാനം ചെയ്യുമ്പോൾ ഞാൻ വലിയവൻ അവൻ ചെറിയവൻ എന്നുള്ള മനോഭാവത്തോടു കൂടി ദാനം ചെയ്യരുത്. ഹ്രിയാദേയം എന്നാണ്, ശ്രദ്ധയാദേയം, ഹ്രിയാദേയം എന്നൊക്കെ ഉപനിഷത്തിൽ പറയുന്നു. ഹ്രിയാദേയം വെച്ചാൽ ലജ്ജയോടുകൂടി കൊടുക്കണം. എന്താണ് ലജ്ജയോടുകൂടി കൊടുക്കുക എന്ന് വെച്ചാൽ, ഞാൻ കൊടുക്കുന്നത് വളരെ കുറഞ്ഞു പോകുന്നല്ലോ എന്നുള്ള തോന്നൽ കൊണ്ടുള്ള ലജ്ജ. അത് ദാനം, പേടിച്ച് ദാനം ചെയ്യണം എന്നാണ്. എന്താ ഈ പേടിച്ച് ദാനം എന്ന് വെച്ചാൽ, തൻ്റെ കഴിവനുസരിച്ച് താൻ കൊടുക്കുന്നില്ല എന്ന് ഉള്ള തോന്നൽ, അത് ഈശ്വരൻ്റെ മുമ്പിൽ ഒരു തെറ്റാവുമോ എന്നുള്ള പേടി. അത്തരത്തിൽ നിസ്വാർത്ഥമായി ദാനം ചെയ്യുന്നതിനെ വാഴ്ത്തിയിട്ടുണ്ട് ഈ ഉപനിഷത്തുക്കളും മറ്റും. അപ്പോൾ വ്രതപുണ്യകാലം എന്നുള്ളത് എല്ലാ മതങ്ങളിലും ഉണ്ട്. ക്രിസ്ത്യാനികൾക്കുണ്ട്, ഇസ്ലാമിനുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്. വ്രതങ്ങൾ അനുഷ്ഠിച്ച് മനുഷ്യരുടെ മനസ്സിനെ വിമലീകരിക്കുക, അതാണ് അതിൻ്റെ ലക്ഷ്യം. ഇന്ദ്രിയങ്ങൾ പലതും നമുക്ക് നിയന്ത്രിക്കാനാവാത്തവയാണ്. ഏറ്റവും പ്രധാനം, നിയന്ത്രിക്കാൻ വിഷമമുള്ള ഒന്ന് വിശപ്പ് ആണ്. വിശപ്പ് മനുഷ്യന് സഹിക്കാൻ വയ്യ, ഒരളവ് വരെ സഹിക്കാൻ പറ്റൂ. അപ്പോൾ വിശപ്പ് അടക്കി നിർത്തിക്കൊണ്ട് ഭക്ഷിക്കാനുള്ള ആ ആകാംക്ഷ, ബുഭുഷ, അതിനെ അടക്കി നിർത്തിക്കൊണ്ട് കുറേ സമയം ജീവിക്കുക എന്നുള്ളത്, അത് വലിയൊരു വ്രതമായിട്ട്, ഉപവാസം എന്നുള്ളത് വലിയൊരു വ്രതമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളെ ജയിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ശീലം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്രതങ്ങൾ എല്ലാ മതങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വ്രതങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപവാസം ആണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അടക്കി നിർത്താൻ വിഷമമുള്ള മനുഷ്യൻ്റെ വികാരങ്ങളിൽ ഒന്ന് വിശപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശപ്പായതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വലിയ നിയന്ത്രണശീലം ഉണ്ടാവും. കാമമാണ് മറ്റൊരു വികാരം. അവയെ അത്തരത്തിലുള്ള വികാരത്തെയും നിയന്ത്രിക്കാൻ ഈ ഉപവാസകാലത്തിൽ ബ്രഹ്മചര്യം മുതലായിട്ടുള്ള സങ്കല്പം അതാണ്. വ്രതപുണ്യകാലത്ത് നിർദ്ദേശങ്ങൾ ഉണ്ട്. അങ്ങനെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ ഒക്കെ നിയന്ത്രിക്കാനും വിശപ്പിനെ നിയന്ത്രിക്കാനും ഇതൊക്കെ അന്യർക്ക് ഉപകാരം ചെയ്യത്തക്കവണ്ണമാവണം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരയണം എന്ന് ഗുരുദേവൻ പറഞ്ഞു വെച്ച, ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ തത്വമാണ്. നമ്മൾ ദാനം ചെയ്യുന്നത് ആത്മസുഖത്തിന് വേണ്ടിയാണ്, നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. അത് അവരൻ്റെ സുഖത്തിനും കൂടി ആയിത്തീരുന്നു. അങ്ങനെ ആത്മസുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അന്യൻ്റെ സുഖത്തിനും കൂടി ആയിത്തീരുക എന്ന് വെച്ചാൽ അതിൽ പരം മാനുഷികമായിട്ടുള്ള ഒരു മഹത്വം ഉണ്ടാവാൻ ഇല്ല. ഉപവാസകാലങ്ങളെല്ലാം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇസ്ലാമിലെ ഒരു വ്രതപുണ്യകാലമാണ് റംസാൻ മാസം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ദാനം ആണ്. അത് ചിലപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് ദാനം ചെയ്യുന്നത് അവൻ്റെ
ഉള്ളവൻ്റെ മേന്മ പ്രഖ്യാപിക്കാൻ ആയിത്തീരുന്ന തരത്തിൽ ചിലപ്പോൾ അധപ്പതിച്ചു പോകാറുണ്ട്. അത് ദാനത്തിൻ്റെ ഒരു വിശേഷം അതാണ്. കൊടുക്കുന്നത് നാലാൾ അറിയാൻ വേണ്ടി കൊട്ടിഘോഷിച്ചുകൊണ്ട് പരസ്യപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നു ചിലർ. ആ കൊടുപ്പ് ഒരു കൊടുപ്പേ അല്ല, അത് അവനവൻ്റെ മഹത്വം പ്രഖ്യാപിക്കൽ ആണ്. അത് അല്പതരം ആണ്. നേരെ മറിച്ച് വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ് നമ്മുടെ പഴവന്മാർ പറയാറ്. കൊടുത്തത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാവരുത്. കിട്ടുന്ന ആൾക്ക് സന്തോഷത്തിനും കൊടുക്കുന്ന ആൾക്ക് ആത്മസംതൃപ്തിക്കും വേണ്ടിയാവണം ദാനം. അല്ലാതെ അത് പരസ്യത്തിന് വേണ്ടിയോ താൻ വലിയവനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയോ ആവരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദാനത്തിൽ ഇതാണ്. കൊടുക്കുന്നത് കൊട്ടിഘോഷിക്കാതെ വളരെ രഹസ്യമായിട്ടുള്ള രീതിയിൽ തന്നെ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നവന് ആത്മാഭിമാനത്തിന് ക്ഷതം ഉണ്ടാവരുത്. സ്വീകരിക്കുന്നവൻ ഞാൻ മോശക്കാരനാണ് എന്നുള്ളൊരു തോന്നലോടുകൂടി ലജ്ജിക്കേണ്ട ഒരവസ്ഥ വരരുത്. അതുകൂടി ഈ പുണ്യകാലത്തെ വ്രതത്തിൻ്റെ ഉപവാസ പുണ്യകാലത്തിൻ്റെ ദാനവ്രതത്തിൻ്റെ ഒരംശം ആണ്. മനുഷ്യരുടെ മനസ്സിന് വിമലീകരണം ഉണ്ടാക്കുന്നതാണ് വ്രതങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാവരുടെയും മനസ്സ് വിമലീകൃതമായി തീരട്ടെ. ഈ കാലഘട്ടം വളരെ ദാരുണമായ ഒന്നാണ്. മനുഷ്യരെ അറുത്തു മുറിക്കുന്ന കാലം. അത്തരത്തിലുള്ള ഒരു കെടുകാലത്ത് ആ വക പ്രവണതകളിൽ നിന്ന് മനസ്സ് പിന്തിരിഞ്ഞ് മനുഷ്യാത്മാവും മനുഷ്യ മനസ്സും വിമലീകൃതമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Beauty blossoms through the real way. Doha Beauty Center, Qatar. The first and only Shahnaz Hussein's franchisee center in Qatar. Doha Beauty Center. Face treatments with herbal facials, hair services, manicure and pedicure services, and all facilities for aerobatic exercises. Doha Beauty Center. Truth behind beauty. Phone 4313-773. Mobile 5580-6400. Email dohabeauty06@gmail.com. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, ഖത്താലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ. അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL ദോഹ ഖത്തർ. ഇനി കർമ്മപുണ്യം. കർമ്മപുണ്യത്തിൽ ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് GCCയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ അലേബിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സീനിയർ മാനേജറും ഡയറക്ടർ ബോർഡ് അംഗവുമായ ശ്രീ മുജീബ് റഹ്മാനാണ്. ജീവൻ TV കർമ്മപുണ്യത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തിരിക്കുന്നത് ഏബിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ദോഹ സീനിയർ മാനേജർ മുജീബ് റഹ്മാനാണ്. സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ദോഹയിൽ എത്ര വർഷമായി പ്രവാസം തുടങ്ങിയിട്ട്? ഈ കമ്പനിയിലാണോ? ആദ്യമായി ഇത് വീക്ഷിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ദോഹയിൽ ഏകദേശം 15 വർഷത്തോളമായി. ഇവിടെ 99 ഖത്തറിൽ വന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിൽ പോയി. അത് ശരിയാവാതെ പോയി. പിന്നെ രണ്ടാം അംഗം 2002 ഇടയ്ക്കൊരു ബ്രേക്ക് ഇട്ടിട്ട് രണ്ടാമത് വീണ്ടും വന്നു. പണ്ട് വന്നതും ഇതേ കമ്പനിയിലോ അതോ? ഞാൻ ഈ 99 വന്നത് ഒരു സ്പോൺസറെ കീഴിൽ ഒരു അറബിൻ്റെ വീട്ടിലെ വിസക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു വിസയും സംഘടിപ്പിച്ചിട്ടാണ് 2002 രണ്ടാം അംഗത്ത് വന്നത്. അതിന് ശേഷം പിന്നെ കമ്പനി മുമ്പ് ഇവിടെ നമ്മുടെ കമ്പനി ഉണ്ടായിരുന്നു 96. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഈ മാമൻ നമ്മളെ ഈ കമ്പനീൻ്റെ MD മിസ്റ്റർ സിദ്ദീഖ് പുറായിൽ അദ്ദേഹമൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയായിരുന്നു. ആ കമ്പനി പിന്നെ ഡ്രോപ്പായി. അത് നിർത്തി അദ്ദേഹം അത് പ്രവാസം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയതാണ്. അങ്ങനെ 2002 ഞാനിവിടെ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് വീണ്ടും വന്നു. അങ്ങനെയാണ് 2003 പിന്നെ ഈ കമ്പനി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി 96 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. കുറച്ച് കാലം ഇടക്കാലത്ത് നിർത്തി വെച്ച് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ്. അതാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക്. ഇപ്പോൾ ഏബിൾ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിന് ദോഹയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ, ഒരേ സ്ഥാപനങ്ങളല്ല, വ്യത്യസ്തമായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് സ്റ്റാഫുണ്ട്. ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട്. കമ്പനിയുടേതായ റോളുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? അതായത് കമ്പനീൻ്റെ ഒരു തുടക്കം പറയുകയാണെങ്കിൽ ഈ 96 നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞു. 2002 പിന്നെ അതിനെ രണ്ടാമത് ഒരു റീസ്ട്രക്ചർ ചെയ്ത് തുടങ്ങുന്നത്. അത് 2003
3. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഈ അന്നൊക്കെ സത്യത്തിൽ നമ്മൾ ഒരു കമ്പനി എന്നുള്ള സെറ്റപ്പിൽ തുടങ്ങിയതല്ല. രണ്ടാമത് റീസ്ട്രക്ചർ ചെയ്ത് വന്നപ്പം അതൊരു കമ്പനി ആയി രൂപാന്തരം പ്രാപിച്ചതാണ്. ഞങ്ങൾ ഒരു ഈ MD സിദ്ദീഖ് ഫുറായിൽ, അതുപോലെ മറ്റേ ഈ വേറൊരു മാമനുണ്ടായിരുന്നു യാക്കൂബ്, അതുപോലെ മരിച്ചുപോയൊരു മാമന്, അതുപോലെ ഞാൻ, പിന്നെ ജ്യേഷ്ഠൻ, അങ്ങനെ 4-5 ആൾക്കാർ, അതുപോലെ ഒരു മറ്റൊരു ജ്യേഷ്ഠൻ ജാബിർ, അവരെല്ലാവരും കൂടി തുടങ്ങിയിട്ട് ഒരു കമ്പനിയായി രൂപപ്പെട്ട് വന്നതാണ്. പിന്നെ അതിൻ്റെ വളർച്ച ഒരു 2005-2006 നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വളർച്ച. സത്യത്തിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ കഠിനാധ്വാനം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഈ സ്റ്റാഫിനെ ആവശ്യത്തിന്, അതായത് മുൻകൂട്ടി ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് ആവശ്യമുള്ള സ്റ്റാഫിനെ ഈ പോസ്റ്റ് ചെയ്യൽ, അതുപോലെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ അതിനെ ഈ കമ്പനീൻ്റെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ നമ്മുടെ MD സിദ്ദീഖ് ഫുറായിലിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് വളരെയധികം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ പവർ അത് ഇതിൻ്റെ വളർച്ചയിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്റ്റാഫിനെ ആവശ്യത്തിന് റിക്രൂട്ട് ചെയ്യുകയും അതനുസരിച്ച് അവരെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ടീം വർക്കിൻ്റെ ഒരു ഈ വിജയമായിട്ടാണ് ഈ കമ്പനീൻ്റെ ഇപ്പം ഏകദേശം ഒരു 700-ൽ മേലെ സ്റ്റാഫ് വിവിധ ഡിവിഷനുകളിലായിട്ട് ഞങ്ങൾ മെയിൻലി നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷന്, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിവിഷന്, അതുപോലെ കൺസ്ട്രക്ഷന്, മെറ്റീരിയൽ ഡിവിഷന്, പിന്നെ സ്പെയർ പാർട്സ്, മെയിൻ്റനൻസ്, നമ്മളെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഡിവിഷനുകൾ, പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ, അതുപോലെ പിന്നെ ഈ അടുത്തായിട്ട് ഞങ്ങൾ മറ്റേ ഈ ഫുഡ് ഡിവിഷനും തുടങ്ങിയിട്ട് അതിൽ നല്ല ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദോഹയിൽ ഒരുപാട് കമ്പനികളുണ്ട്, ഈ പറയുന്ന പോലെ ഒരുപാട് വ്യത്യസ്തമായ. പക്ഷേ ഏബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദോഹയിൽ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ തന്നെ ഏവർക്കും അറിയുന്ന ഒന്നാണ്. മാത്രമല്ല നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിരവധി സാംസ്കാരിക പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നതിൽ ഒക്കെ ഏബിളിൻ്റെ ഒരു പങ്ക് പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ഇതിനൊക്കെ പിന്നെ ദോഹയിലെ സാംസ്കാരിക സംഘടനകളാകട്ടെ, ജീവകാരുണ്യ പ്രവർത്തകരാകട്ടെ ഒക്കെ ഏബിൾ ഗ്രൂപ്പുമായി പലപ്പോഴും ബന്ധപ്പെടുകയും ഏബിൾ ഗ്രൂപ്പ് അതിൻ്റേതായ പങ്കുകൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നും അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ദോഹയിലെ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഏബിൾ ഗ്രൂപ്പിൽ നിന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഫണ്ട് നൽകുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ടീം വർക്കിൻ്റെ കൂടെയാണ് സത്യത്തിൽ നിങ്ങളുള്ളത്. ആ ടീം വർക്കിൽ ഒരാളുടെ, നിങ്ങൾ തന്നെ പറഞ്ഞു, ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ സ്ഥാപനമെന്ന്. ഇപ്പോൾ കുടുംബസമേതമാണ് ദോഹയിൽ? അല്ല, നാട്ടിലാണ്. കുടുംബം 1-2 പ്രാവശ്യം വന്നിരുന്നു. പിന്നെ നാട്ടിൽ പഠനമൊക്കെ ആയിട്ട് അവിടെയാണ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകും. Beauty blossoms through the real way. Doha Beauty Center, Qatar. The first and only Shahnaz Hussein's franchisee center in Qatar. Doha Beauty Center. Face treatments with herbal facials, hair services, manicure and pedicure services, and all facilities for aerobatic exercises. Doha Beauty Center. Truth behind beauty. Phone 4313-773. Mobile 5580-6400. Email dohabeauty06@gmail.com. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, ഖത്താലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ. അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL ദോഹ ഖത്തർ. നിങ്ങൾ നേരത്തെ പറയുന്നതിനിടയിലൊക്കെ കൃത്യമായി എടുത്തു പറയുന്ന ഒരു പേര്, നിങ്ങളുടെ MDയുടെ പേര്, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ, അതിലേക്കൊരു കൂട്ടായ്മ രൂപപ്പെട്ട് എല്ലാവരുടെയും കൂടെ ഒരു ടീം വർക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു ദോഹയിലെ മലയാളികൾക്ക് സുപരിചിതനാണ്. എന്നാലും അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ജീവൻ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ കാണുന്ന ഒരു ചാനൽ എന്ന നിലയിൽ അതിൻ്റെ പ്രേക്ഷകർക്ക് ഏബിൾ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ MDയെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അദ്ദേഹം ഈ ദോഹയിലെ സാംസ്കാരിക രംഗത്തും അതുപോലെ നാട്ടിലായിരുന്നപ്പോഴും ഈ 95 എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്നത്. 94-95. അതിൻ്റെ ശേഷം പിന്നെ ആ പ്രവാസം അവസാനിപ്പിച്ച് 99 അയാൾ റിട്ടേൺ പോയി. പിന്നെ 2002 തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയത്തും അതുപോലെ ഈ ഇപ്പോഴും
നാട്ടിലും ഇവിടെയൊക്കെ സജീവമായിട്ട് ഒന്നുകിൽ രാഷ്ട്രീയം അതുപോലെ സാംസ്കാരികം എല്ലാ മേഖലകളിലും മറ്റേ ഈ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. പിന്നെ ഈ കമ്പനീൻ്റെ ഈ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യത്തിലൊരു മറ്റേ 4-5 ആൾക്കാരുടെ കൂട്ടായ്മയിലാണ് ഈ കമ്പനി ഉണ്ടായതും ഇത് വ്യവസ്ഥാപിതമായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നതും. എങ്കിലും MDൻ്റെ ആ ഒരു പോർഷൻ അതൊരിക്കലും നമുക്കാർക്കും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നതും അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് കാഴ്ചപ്പാട് നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഇപ്പോൾ ഈ കമ്പനിയിൽ 10-15 വർഷമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ മുന്നിലൂടെ ഞങ്ങളെക്കാളും വിദ്യാസമ്പന്നരായ ഒരുപാട് കഴിവുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഞങ്ങളെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് എൻ്റെയും പ്രത്യേകിച്ച് ഞങ്ങളെ MD ഞങ്ങൾ 2 ആളുമായിരുന്നു ആ മേഖല കൂടുതൽ കൈകാര്യം ചെയ്തത്. അപ്പോൾ അവരൊക്കെ എക്സ്പീരിയൻസിനെ കവച്ചു വെക്കുന്ന രീതിയിൽ MDൻ്റെ ഭാഗത്തുനിന്ന് പല സമയത്തും എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ്. ഞങ്ങൾ മുമ്പ് ഇതിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയെന്ന് അന്ന് ഞാനായിരുന്നു അത് തയ്യാറാക്കിയിരുന്നത്. അന്ന് ഞാൻ അതിൽ എഴുതിയൊരു വാചകമുണ്ട്. കാരണം നമ്മൾ പല സമയത്തും സങ്കല്പത്തിന് അതീതമായിട്ടാണ് MDൻ്റെ ഒരു മറ്റേ ഈ തീരുമാനം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ഒരു കാഴ്ചപ്പാട് ഇടപെടലുണ്ടാവൽ. ഒരു പക്ഷേ നമുക്ക് തുടക്കത്തിൽ വളരെ ഈ അപകടം അല്ലെങ്കിൽ മറ്റേ ഈ വളരെ ഈ ശരിയായില്ല എന്നുള്ള ആ തോന്നൽ ഒരു പക്ഷേ ഫീൽ ചെയ്യുമെങ്കിലും അതിൻ്റെ അവസാനം അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് ഗുണകരമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അങ്ങനെ എല്ലാത്തിനും ഗുണകരമാവുന്ന രീതിയിലേക്ക് ആവാറുണ്ട് നല്ലൊരു ശതമാനം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം നിരവധി ജീവകാരുണ്യ പ്രവർത്തകർക്ക് പ്രചോദനമാകാറുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഏബിൾ ഇൻ്റർനാഷണൽ ഗ്രൂപ്പും നിങ്ങളുടെ MDയും ഒക്കെ ഇത്തവണയും ഈ വിശുദ്ധ മാസത്തിൽ ഏബിളിൽ നിന്ന് ജീവൻ ടിവിയുടെ കർമ്മപുണ്യം പരിപാടി അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് കർമ്മപുണ്യത്തിൽ ഒരു കുടുംബത്തിൻ്റെ വിഷ്വല് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വയനാട് ജില്ലയിലെ ഒരു ഗഫൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ദയനീയാവസ്ഥ. കണ്ണിൻ്റെ കാഴ്ചക്കെന്തോ തകരാറ് സംഭവിച്ചു എന്ന് തോന്നിയപ്പോൾ ഡോക്ടറെ കാണിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് കോഴിക്കോട് വന്നപ്പോഴാണ് കിഡ്നി നഷ്ടപ്പെട്ടു എന്നറിയുന്നത്. ഒരു മാസത്തിൽ 9-10 തവണ ഡയാലിസിസിന് വിധേയമാകേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അചിന്തനീയമാണ്. അത്തരം ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു യുവാവിൻ്റെ ദയനീയ മുഖം ഞങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നു. കൽപ്പണിക്ക് പോയിരുന്ന ആരോഗ്യവും ചുറുചുറുക്കുമുള്ള യുവാവിന്റെ കാഴ്ചയ്ക്ക് ചെറിയ തോതിൽ മങ്ങൽ. അങ്ങനെയാണ് 2 കിഡ്നികളെയും ഇല്ലാതാക്കുന്ന വിധത്തിൽ രോഗം ഗഫൂറിന്റെ ശരീരത്തിലേക്ക് എത്തിയത്. രാവന്തിയോളം ജോലി ചെയ്താൽ ലഭിക്കുന്ന കൂലി അന്നത്തെ അന്നത്തിനും ഉപ്പയുടെയും ഉമ്മയുടെയും ചെറിയ ആവശ്യങ്ങൾക്കും മാത്രമേ തികഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ തുടക്കത്തിലൊന്നും വിദഗ്ധ ചികിത്സ സാധ്യമായിരുന്നില്ല. ശരീരം കുഴഞ്ഞ് ജോലിക്ക് പോകാൻ കഴിയാതായതോടെ ചികിത്സ തേടിയെങ്കിലും വൈകിയിരുന്നു. ഇപ്പോൾ മാസത്തിൽ 9 തവണ ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസിനും മരുന്നിനുമായി മാസം 15,000-ഓളം രൂപ ചെലവ് വരും. ഉമ്മ ഖദീജയുടെ കൂപ്പുകൈക്ക് മുന്നിൽ മനസ്സലിയുന്നവരുടെ ദയാവായ്പിലാണ് ചികിത്സ. ഇത് ഏതു നിമിഷവും മുടങ്ങിയേക്കാം. കണ്ണ് കാണാണ്ടായിട്ട് ഇവിടെ കൊണ്ടുപോയി കാര്യമ്പാടി കൊണ്ടുപോയി നോക്കുമ്പോൾ ഒരു പറഞ്ഞത് കോഴിക്കോട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് ഈ സൂക്കറാന്ന് അറിഞ്ഞത്. അതിന് മുന്നേ നമ്മൾ അറിയില്ലല്ലോ. പിന്നെ അങ്ങനൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഗുളിക പെരുക്ക് ഒരാൾ വാങ്ങിക്കൊടുക്കും. പിന്നെ തണ്ടക്ക് പണിക്ക് പോകാൻ പറ്റില്ല. എത്രയോ കാലമായി പണിക്ക് വെച്ചു. പിന്നെ ഞാനാ പണിക്ക് വന്നു. ഇപ്പൊ 2 കൊല്ലമായി ഞാനും പണിക്ക് വെച്ചു. എന്തെങ്കിലും ഇവിടെ പണിക്ക് പോകും. രോഗം തളർത്തിയെങ്കിലും തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ഗഫൂറിലെ പഴയ കൽപ്പണിക്കാരന്. തന്നെ കാണാനെത്തുന്നവരോട് ഗഫൂർ ഇത് പങ്കുവെക്കാറുമുണ്ട്. എന്നാൽ ചികിത്സയ്ക്കായി വേണ്ടത് വൻ തുകയാണെന്ന് ഓർക്കുന്ന നിമിഷം ഗഫൂറിന്റെ മനസ്സ് ഇടയ്ക്ക് താളം തെറ്റാറുമുണ്ട്. ചോർന്നൊലിക്കുന്ന വീടിന്റെ ഉമ്മറക്കോലായിൽ നിന്നും മാറാതെ
ഗഫൂറും ഖദീജയും കാത്തിരിക്കുകയാണ് ഈ റമദാൻ കാരുണ്യത്തിന്റെ കരങ്ങൾ തങ്ങളെ തേടിയെത്തുമെന്ന പ്രതീക്ഷയോടെ. കുറച്ചുകൂടി മരുന്ന് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് എനിക്ക്, അല്ലാതെ ആരും ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ വിഷ്വല് കണ്ടപ്പം വളരെയധികം ദയനീയമായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും അതുപോലെ ഇവിടെയായിട്ട് ധാരാളം ചെയ്യുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വളരെ വിഷമമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മാസം പരിഗണിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സഹായം ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാവുന്നതാണ്. നന്ദിയുണ്ട്. ജീവൻ ടി വിയുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിനും ഉണ്ടാകും. ഈ വിശുദ്ധ മാസത്തിൽ ഈ ഒരു സൽക്കർമ്മം ചെയ്യാൻ മനസ്സ് കാണിച്ച ഏബിൾ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിനും അതിൻ്റെ പ്രതിനിധികൾക്കും ഭാവിയിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും. Beauty blossoms through the real way. Doha Beauty Center, Qatar. The first and only Shahnaz Hussein's franchisee center in Qatar. Doha Beauty Center. Face treatments with herbal facials, hair services, manicure and pedicure services, and all facilities for aerobatic exercises. Doha Beauty Center. Truth behind beauty. Phone 4313-773. Mobile 5580-6400. Email dohabeauty06@gmail.com. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, ഖത്താലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ. അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL ദോഹ ഖത്തർ. അടുത്തതായി വ്രതപുണ്യത്തിന്റെ അവസാന സെഗ്മെന്റായ ആരാധനാ പുണ്യത്തിലേക്ക്. ആരാധനാ പുണ്യത്തിൽ ഇന്ന് നമുക്കായി ഒരു ഗാനം ആലപിക്കുന്നത് ശ്രീ റജിൽ. റമദാന്റെ അവസാന 10 നാളുകളിലാണ് പ്രവാചകൻ മറ്റുള്ള ദിവസങ്ങളേക്കാൾ ഏറ്റവും കൂടുതൽ ആരാധനകൾക്കായി ചെലവഴിച്ചതും പുണ്യപ്രവർത്തികൾക്കായി സമയം മാറ്റിവെച്ചതും. അദ്ദേഹത്തിൻ്റെ പാത പിൻപറ്റി ലോകത്തിലെ എല്ലാ സത്യവിശ്വാസികൾക്കും ഈ അവസാന 10 നാളുകളിൽ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുവാനും നന്മകൾ ചെയ്യുവാനും സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. പിഴച്ചു ഞാൻ നടന്നേ, നേർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിടണേ. നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ. നിഹമത്തും റഹ്മത്തും നിറക്കെൻ്റെ പരനെ, പരമദയാപരനായൊരു സുബ്ഹാനേ. എൻ കൽബിനുള്ളിൽ പടരും വേദന തീർത്തിനി റഹ്മാനേ. അല്ലാഹു അല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക്, ആദിയോനെ ഇന്നെനിക്ക്. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ.
അത്ഭുതങ്ങളവയിൽ നീ നിറച്ച് എല്ലാം നിൻ കുതിരത്തിൻ കരങ്ങളാൽ ചലിച്ച് കല്ലാത്തിൻ കാതിരോർത്തിട്ടെൻ്റെ മനം തുടിച്ച് എത്തിരെ അനന്തഗോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമൈത്ത് പോറ്റിയിടും പെരിയോനല്ല ആലമുൽവായ്വായവനല്ല കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. ആയുസ്സെണ്ണം കുറയും ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്നു നിറയും മഹ്ശറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും മന്നാനെ സ്വർഗത്തിലൊരിടം തന്ന് കനിയൂ ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക് ഇടരാതെ കൽവിൽ ഈമാനൂട്ടി നീ എന്നെ നടത്തിക്ക് യാഹിലാഹി നീയാണെല്ലാത്തിനും രക്ഷ എന്തിനാണ് ഈ പരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. വ്രതപുണ്യം 2016 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദോഹ ബ്യൂട്ടി സെന്റർ, ഏബിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പ്, ഖത്തർ സ്റ്റാർ ഗ്രൂപ്പ് ആൻഡ് ലോജിക് ഗ്രൂപ്പ്.